ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. അത്ര വലുതൊന്നല്ലെങ്കിലും ഒരു ചെറിയ ഈവനിങ് വ്ളോഗ്. പുറത്ത് നല്ല മഴയും കാറ്റാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഈ വെതർ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പുതച്ച് മൂടിക്കിടന്നുറങ്ങാൻ എന്ത് രസമല്ലേ. പക്ഷെ ഉറങ്ങാൻ പറ്റില്ല ഗൈസ്, പണിയുണ്ട്. അങ്ങനെ കുറച്ച് തുണിയൊക്കെ വിരിക്കാണ്ടായിരുന്നു. മഴ മാറും നോക്കിയിരുന്നാൽ ഒന്നും നടക്കില്ല. അങ്ങനെ ഞങ്ങൾ മഴ ഒന്ന് ഒതുങ്ങിയ സമയത്ത് അലക്കി വിരിച്ചു. ഞങ്ങൾ ഓരോ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് തുണിയൊക്കെ വിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ വിരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വഴി കൂടി പോണവരെയൊക്കെ കണ്ട് നോക്കിയൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം. അങ്ങനെ ഞങ്ങൾ നേരെ താഴെ വന്നൊരു ചായ ഇടാമെന്ന് വിചാരിച്ചു. എന്താണെന്നറിയില്ല ഗൈസ്, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും എൻ്റെ ചായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചായ സ്പെഷ്യലിസ്റ്റാണ് എൻ്റെ വീട്ടിൽ. മേ ബി ഞാനുണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും, ഭയങ്കര ടേസ്റ്റാണ് ആ ചായക്ക്. അങ്ങനെ ഞാൻ നേരെ ചായയൊക്കെ ഇട്ട് അമ്മക്ക് കൊണ്ട് ചായ കൊടുത്തു. അമ്മ താങ്ക് യു പറയുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞാൻ എൻ്റെ ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു. പുറത്ത് വന്നിരുന്നു. പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ. അങ്ങനെ അവിടെ ഇരുന്ന് ചായ കുടിച്ചു. ഇത് സ്ഥിരമുള്ളതെന്നല്ല, വീഡിയോ കണ്ട് ചെയ്തെന്നുള്ളൂ. അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ ഞാൻ നേരെ അമ്മാമ്മ പോയി. അമ്മാമ്മ പറഞ്ഞു, വിശക്കുന്നു എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്തോ ഒരു മുട്ടപ്പത്തിരിയോ മുട്ടയുടെയോ എന്തിൻ്റെയോ ഒരു റെസിപ്പി പറഞ്ഞു. മാമ പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ കുഴച്ചു എന്ന് മാത്രമല്ല 10 മിനിറ്റ്സിൽ സാധനങ്ങളെല്ലാം റെഡി. ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മയുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ നിന്ന് താഴെ നിന്ന് വരുന്നുണ്ട്. താഴെ മീൻസ് അവിടെ താഴെ ഇരിപ്പുണ്ട്. അങ്ങനെ അമ്മാമ്മയുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ വാങ്ങി ഞാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഇതേ നമ്മുടെ ചട്ടിയിലേക്ക് ചട്ടിപ്പത്തിരിയുടെ ബാറ്റർ ഒഴിച്ചു. ഇനി ഒരു കാത്തിരിപ്പാണ് ഗൈസ്, അത് റെഡിയാകുന്നത് വരെ. അതിൻ്റെ ഇടയ്ക്ക് വന്ന അമ്മാമ്മ ഇൻസ്പെക്ഷനൊക്കെ നടത്തിപ്പോയി. ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു ഗൈസ്. ഇതുവരെ എന്താണെന്നറിയില്ല ഗൈസ്, ആ മുട്ടപ്പത്തിരി അങ്ങനെ ശരിയായില്ല. ഞാൻ ഒറ്റ തെറ്റേ ചെയ്തുള്ളൂ, അമ്മാമ്മേനെ വിശ്വസിച്ചു. കൊമള വന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ കുഴപ്പം. രണ്ടാമത്തത് ഞാൻ കലക്കിന്നായി. എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഫ്ലോപ്പായി എന്ന് പറയുന്നത് നോക്കൂ. ഒരു ചിരി നോക്കൂ നിങ്ങൾ. എൻ്റെ സ്വഭാവം വെച്ചെടുത്ത് കുത്തേണ്ടതായിരുന്നു. അപ്പോൾ തന്നെ അടുത്ത ഡയലോഗ്, എൻ്റെ അനിയത്തി നല്ലപോലെ ഉണ്ടാക്കുമെന്ന്. അങ്ങനെ ഞാൻ അമ്മാമ്മയുടെ അനിയത്തി, അതായത് ഗിരിജാമേനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഗിരിജാമേനെ വിളിച്ചു നോക്കി, പിന്നെ ഉണ്ടാക്കി, ഫ്ലോപ്പായി. അവസാനം എൻ്റെ വിശപ്പ് ഞാൻ ഒരു മൈദയുടെ ദോശയിൽ ഒതുക്കേണ്ടി വന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. വീട്ടിലിരിക്കുന്ന ഇങ്ങനത്തെ ഒറ്റെണ്ണത്തിന് നിങ്ങൾ ആരും വിശ്വസിച്ച് പോകരുത്. വിശ്വസിച്ചാൽ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഞാൻ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചേച്ചി വന്നു. ഒരു ഹായ് പറഞ്ഞ് പുള്ളിക്കാരത്തി ആ വഴി അങ്ങ് പോയി. ഇനി സ്വല്പം സെൽഫ് കെയർ ആവാം. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫേസ് മാസ്ക് ഇടണം, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാ ദിവസവും ചെയ്യാറില്ല, വീക്കിലി 3 ടൈംസ്. അതും ഓർത്താൽ മാത്രം, അല്ലെങ്കിൽ അമ്മാമ്മ ചീത്ത പറഞ്ഞാൽ മാത്രം. ഇത് അമ്മാമ്മ തന്നെ ഉണ്ടാക്കിയൊരു ഫേസ് മാസ്കാണ്. പുള്ളിക്കാരത്തി ഇങ്ങനെ അവിടെ ഇവിടെയും വീഡിയോസൊക്കെ ഉണ്ട്, ഓരോ ഫേസ് മാസ്ക് ഉണ്ടാക്കും. അത് ഞങ്ങളെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കും. പക്ഷേ അമ്മാമ്മ ഉണ്ടാക്കിയ ഏത് ഫേസ് മാസ്ക് ആണെങ്കിലും അത് എനിക്കും എൻ്റെ ചേച്ചിക്കും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലെ ടാൻ മാറ്റാനും അതുപോലെ തന്നെ സ്കിൻ വൈറ്റൻ ആക്കാനും ഗ്ലോ ആക്കാനും ഈ മാസ്ക് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്കെന്തായാലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫേസ് മാസ്കിൻ്റെ വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്താൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഫേസ് മാസ്ക് ഇട്ട് ഒരു 20 to 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇത് കഴുകുള്ളൂ. ഇത് കഴുകുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നമുക്കറിയാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ല റിസൾട്ട് തരുന്നൊരു ഫേസ് മാസ്ക് ആണത്. അങ്ങനെ ഞാൻ എൻ്റെ ഫേസൊക്കെ കഴുകി സുന്ദരിയായില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻ്റെ ഒരു ഈവനിങ്, ഒരു സിമ്പിൾ ഈവനിങ് ആണ് എൻ്റേത്. കുറേ പ്രോബ്ലംസൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടെന്നറിയാം, അതൊക്കെ ഞാൻ അടുത്ത തവണ റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ ദെൻ ഓക്കെ, ബൈ.